You fail from here and only that failure is going to be a spark inside you. നിങ്ങളെ ഒരു ബെറ്റർ പ്രൊഫഷണൽ ആക്കുന്നതും എല്ലാരെ പോലും ആക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ആ എക്സ്ട്രാ എഫേർട്സ് ആണ്. നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും ഇങ്ങനത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തത്. കാരണം യു ഷുഡ് ഹാവ് ദറ്റ് റിയൽ ലൈഫ് എക്സ്പീരിയൻസ്. നാളെ ഒരു ഓർഗനൈസേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നടക്കുന്നതെന്ന് അറിയണം. പണ്ടത്തെ എഡ്യൂക്കേറ്റ് ബിൽഡ് റിക്രൂട്ട് എന്ന് പറയുന്ന മോഡൽ മാറി കുറേ കൂടിയും നമ്മൾ സ്വന്തം ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ സ്വന്തം പ്രസൻറ്റേഷൻ സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരം വേണ്ടതായിട്ടുള്ള കാര്യം. എനിക്ക് കുറേ അറിവുണ്ട്, ഇത് പറയാൻ കഴിയുന്നില്ലെങ്കിൽ ആ അറിവിനെ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇവർ റൈറ്റ് ട്രാക്കിലാണ്. ഞാൻ ആ കേസ് സ്റ്റഡീസ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. കാൽക്കുലേഷൻ പാർട്ട് എല്ലാവരും നല്ല വൃത്തിക്ക് നമ്മൾ ACCA സ്റ്റുഡൻസ് ആണെങ്കിലും CMA സ്റ്റുഡൻസ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്തു. എല്ലാം പക്കയായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെ നിങ്ങൾ ഒരിക്കലും ഒരു കോമ്പറ്റീഷൻ ആയിട്ട് മാത്രം ഇതിനെ കാണരുത്. നമ്മളിത് എന്താണോ റിയൽ ലൈഫിൽ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു സാമ്പിൾ ആയിട്ട് ഇതിനെ കാണാൻ പാടുള്ളൂ. അപ്പോൾ ആ ഡിസിപ്ലിൻ, സ്ട്രക്ചർ, അതിലുള്ള കാര്യങ്ങളൊക്കെ അതേമാതിരി തന്നെ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. വെരി വെൽ ഡൺ ടീം. ലൈക്ക് എല്ലാവരും അടിപൊളിയായിട്ട് മുന്നോട്ട് തന്നെ ഈ ഒരു പോയിന്റിൽ തന്നെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാവും. വിൽ മീറ്റ് അഗെയിൻ.